ഇവിടെ ഇടുക്കിയിലാണ് എൻ്റെ വീട്. ഇത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് ലേൺ വോയ്സുമായിട്ട് എനിക്ക് കണ്ടുമുട്ടാനൊക്കെ സാധിച്ചു. ലേൺ വോയ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇങ്ങനെ ഇതിലൂടെ കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ എന്നെ ഒരു മാം വിളിച്ചായിരുന്നു. 2-3 പ്രാവശ്യം വിളിച്ചു. അല്ല, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയങ്ങൾ ഏറ്റവും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആദ്യം അത് വേണ്ട, പിന്നെയും കുറെ അങ്ങോട്ട് വേണ്ട വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് എനിക്കത് വലിയൊരു 2-3 തവണ നമ്മളെ വിളിച്ചപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. ഞാനത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു. ഏതായാലും ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ലേൺ വോയ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഓൾമോസ്റ്റ് എല്ലാ സെഷൻസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓൾമോസ്റ്റ് തന്നെ ഞാൻ റിപ്ലൈയും ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്യാൻ പറ്റിയില്ലെന്നാണ്, എനിക്ക് അല്പം തിരക്കുള്ള ഒരു സാഹചര്യമുണ്ട്. ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് ചില കുറെ കാര്യങ്ങളൊക്കെ ഡിലേ ആയി പോകുന്നത്. എങ്കിലും ഈ ലേൺ വോയ്സിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ കണ്ടതിലാണ് നമുക്ക് വലിയൊരു കാര്യം തോന്നുന്നത്. നമുക്കില്ലാത്ത ഒരു ഇൻട്രസ്റ്റ് കൂടെ നമുക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന തരത്തില്. അപ്പൊ ആദ്യം എന്നോട് ഞാൻ ജാസ്മിൻ മാമിനോട് ചോദിച്ചു തോന്നുന്നു, ഞാനിപ്പോ ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ മാം എന്നോട് പറഞ്ഞു, ഇത് ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വേദി ഉണ്ടാകുന്നത്. അപ്പോഴാണ് എനിക്ക് അതിന്റെ ആ ഒരു സീരിയസ്നെസ് ഞാൻ ചിന്തിച്ചത്. ഇങ്ങനെ നടാടെയാണ് ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു ഗൂഗിൾ മീറ്റിലും ഇതുപോലെ സെഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. വേറെ നമ്മൾ പല മേഖലകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത് എനിക്ക് ഓരോ സെഷനും വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു കേട്ടോ. നല്ല നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ആയിരുന്നു കിട്ടിയത്. ഇനിയിപ്പോ പഠനത്തിലേക്ക് കടക്കാം. അപ്പം മാം പറഞ്ഞല്ലോ, അപ്പൊ അതിനുവേണ്ടി ഞാനും അതിന്റെ ഒരു കാര്യത്തിലേക്ക് ഒഴുകിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു മെന്ററുടെ ഹെൽപ്പ് വേണമെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഇനിഷ്യേറ്റീവിനും എല്ലാവിധ ആശംസകളും നന്ദിയും ഉണ്ട്. വളരെ നന്നായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞങ്ങളെയൊക്കെ ഇതുപോലെ ഈ വൈകിയ സമയങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു ഏറ്റവും റിട്ടയർമെന്റ് പ്രായത്തിലായിരുന്നു ഞാനൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യവും ഒക്കെ എടുക്കുന്നത് ഞാൻ വൈകിയെങ്കിലും ക്ഷമിക്കണം. അതിൽ വലിയ സന്തോഷം. ഒരിക്കൽ കൂടെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു.